സമാനതകളില്ലാത്ത വിജയം കൈവരിച്ച സമരമാണ് CJP അഥവാ ക്രോക്കോച്ച് പാർട്ടി നേടിയെടുത്തത്. അതാണ് പരീക്ഷകളെല്ലാം കുളമാക്കി മാറ്റിയ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ നാം കണ്ടത്. ഇനി കാണാനിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വീഴ്ചയാണോ എന്ന ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം CJP ജന്തർ മന്ദറിൽ വീണ്ടും സംഘടിക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. വീണ്ടും സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഡൽഹിയിലെ ജന്തർ മന്ദർ മേഖലയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്നാണ് CJPയുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ജന്തർ മന്ദറിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് സംഘടനയുടെ മുന്നറിയിപ്പ്. ഇതിനിടെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് 2873 ക്രിമിനലുകളാണെന്ന് കേന്ദ്രം ലോക്സഭയിൽ അറിയിച്ചു. ഇതോടെ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കില്ലെന്ന് ഉറപ്പായി. ന്യൂഡൽഹിയിൽ 36 ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം സ്വന്തം നാടായ ഛത്രപതി സംഭാജി നഗറിലെത്തിയ അഭിജിത്ത് ദീപ്കേക്ക് പ്രവർത്തകർ വലിയ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി ഇൻഫ്ലുവൻസറായി മാറുന്നതാണ് നല്ലത്, അതാണ് അദ്ദേഹം നന്നായി ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയെ അഭിജിത്ത് പറഞ്ഞു. ഈ വേളയിൽ അഭിജിത്ത് പറഞ്ഞത് കേൾക്കേണ്ടത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പതിവായി കാണാറുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഒരുപക്ഷേ അദ്ദേഹം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യാൻ അനുവദിക്കുകയും വേണമെന്ന് അഭിജിത്ത് പറഞ്ഞു. ഇതിനിടെ അഭിജിത്ത് ദീപ്കേക്ക് BJPയിൽ ചേരാൻ ഭീഷണി ഉണ്ടായിരുന്നതായി മാതാപിതാക്കൾ വെളിപ്പെടുത്തി. BJPയിൽ ചേർന്നില്ലെങ്കിൽ കുടുംബം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വീഡിയോ ഭീഷണി സന്ദേശം ലഭിച്ചതായാണ് അഭിജിത്തിന്റെ മാതാവ് അനിത ദീപ്കയുടെ വെളിപ്പെടുത്തൽ. BJP പാർട്ടിയിലേക്ക് ചേരാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അഭിജിത്ത് പറഞ്ഞ മറുപടി രസകരമാണ്. BJP की तरफ से कोई ऑफर हुई है ज्वाइन करने के लिए? अब तक धमकियां बहुत मिली कि BJP में आ जाओ, अच्छा रहेगा तुम्हारे लिए, तुम्हारे परिवार के लिए। तो मुझे तो मतलब बहुत शर्म आती है कि इतने बड़े प्रधानमंत्री, इतने बड़े अमित शाह, उनके पोते की उम्र का मैं हूँ, उनके पोते की उम्र के बच्चों को इस तरह की धमकियां देते हैं। मतलब क्या फायदा तुम्हारे इतने बड़े प्रधानमंत्री या गृहमंत्री होने का, अगर तुम्हें बच्चों को इस तरह की धमकियां देनी पड़ती है। അഭിജിത്ത് പറയുന്നു, എനിക്ക് ഭീഷണിയാണ് ലഭിച്ചത്. BJPയിൽ ചേരൂ, അപ്പോൾ നിന്റെയും കുടുംബത്തിൻ്റെയും ജീവിതം വളരെ മെച്ചപ്പെടും. മോദിയുടെയും ഷായുടെയും പേരക്കുട്ടികളുടെ പ്രായമുള്ളവനാണ് ഞാൻ. കുട്ടികളെ ഭീഷണിപ്പെടുത്തേണ്ടി വരുന്നുവെങ്കിൽ പിന്നെ അവരുടെ അധികാരത്തിന് എന്ത് വിലയാണുള്ളതെന്നാണ് അഭിജിത്തിന്റെ ചോദ്യം. അങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യവ്യാപകമായി ഈ കണ്ടതിനേക്കാൾ വലിയ സമരം സംഘടിപ്പിക്കുമെന്നാണ് CJP മുന്നറിയിപ്പ്. അടുത്ത ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കർഷകരെയും യുവജന സംഘടനകളെയും ഉൾപ്പെടുത്തി വിപുലമായ ജനകീയ മുന്നണി രൂപീകരിക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ശുഭവാർത്തകളുടെ സമരകാലമാണോ എന്നാണ് ചോദ്യം.